മാവേലിക്കരയിലെ മാങ്കാംകുഴിയിൽ പച്ചക്കറി കച്ചവടത്തിലൂടെ ജീവിച്ചിരുന്ന പാപ്പച്ചന്റെയും മറിയാമ്മയുടെയും സ്വർഗതുല്യമായ വീട്. മക്കൾ വളർന്നു വലുതായി വിവാഹം കഴിഞ്ഞു പോയപ്പോൾ ആ വലിയ വീട്ടിലെ ഏകാന്തത മാറ്റാനാണ് അവർ ഒരു സഹായിയെ തേടിയത്. അങ്ങനെയാണ് 18കാരിയായ റെജി ആ വീട്ടിലെത്തുന്നത്. സ്വന്തം മകളെ പോലെയാണ് മറിയാമ്മയും പാപ്പച്ചനും റെജിയെ സ്നേഹിച്ചത്. മറിയാമ്മയ്ക്കൊപ്പം റെജി ആ വീട്ടിലെ ഒരംഗത്തെ പോലെ കഴിഞ്ഞു. എന്നാൽ ആ നിഷ്കളങ്കമായ സ്നേഹത്തിന് റെജി തിരികെ നൽകിയത് കൊടും ക്രൂരതയായിരുന്നു. 1990 ഫെബ്രുവരി 12 ഉച്ചവെയിൽ കത്തി നിൽക്കുന്ന സമയം. പതിവ് പോലെ മറിയാമ്മ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവിടെ നടന്നത് പൈശാചികമായ ഒരു നരനായാട്ടായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ പാപ്പച്ചൻ കണ്ടത് നടുക്കുന്ന കാഴ്ചയാണ്. വീടിന്റെ ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്റെ പ്രിയതമ. കഴുത്തറുത്തും കാതറുത്തുമാറ്റിയും ശരീരമാസകലം കുത്തി പരിക്കേൽപ്പിച്ചും വികൃതമാക്കപ്പെട്ട മൃതദേഹം. അലമാരിയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപ്രത്യക്ഷമായിരുന്നു. ഒപ്പം തങ്ങൾ മകളെ പോലെ കരുതിയ റെജിയും. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണം റെജിയിലേക്ക് നീണ്ടു. അധികം വൈകാതെ അവൾ പിടിയിലായി. 1993 മാവേലിക്കര സെഷൻ കോടതിയും പിന്നീട് 1996 ഹൈക്കോടതിയും റെജിയെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് ജാമ്യത്തിലിറങ്ങിയ റെജി പിന്നീട് അപ്രത്യക്ഷമായി. 1 വർഷമല്ല, 2 അല്ല, 3 അല്ല, നീണ്ട 27 വർഷങ്ങൾ. കേരള പോലീസിനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് റെജി എന്ന കുറ്റവാളി ഇരുളിലേക്ക് മാഞ്ഞു. മറിയാമ്മയുടെ കുടുംബത്തിന്റെ കണ്ണീരിന് മറുപടിയില്ലാതെ കാലം കടന്നുപോയി. റെജി മരിച്ചിട്ടുണ്ടാകുമെന്ന് പലരും കരുതി. എന്നാൽ അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വേറൊരു പേരിൽ, വേറൊരു ദേശത്ത്. തമിഴ്നാട്ടിലെ തക്കലയിലെത്തിയ റെജി അവിടെ വെച്ച് മിനി രാജുവായി മാറി. തന്റെ പഴയകാലം അവൾ സമർത്ഥമായി മറച്ചു കളഞ്ഞു. തമിഴ്നാട് സ്വദേശിയെ വിവാഹം കഴിച്ചു. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ചു എന്ന കള്ളക്കഥ ഭർത്താവിനെയും മക്കളെയും നാട്ടുകാരെയും അവൾ വിശ്വസിപ്പിച്ചു. കാലം വീണ്ടും ഉരുണ്ടു. മിനിയും കുടുംബവും കേരളത്തിലേക്ക് തിരിച്ചെത്തി. എറണാകുളം ജില്ലയിലെ അടിവാട് എന്ന സ്ഥലത്ത് അവർ വാടകയ്ക്ക് താമസമാക്കി. കോതമംഗലത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്തു. എല്ലാവരോടും ചിരിച്ചും കളിച്ചും പെരുമാറുന്ന 2 മക്കളുടെ അമ്മയായ സ്നേഹനിധിയായ മിനി രാജു അവൾ ഒരു കൊലപാതകയാണെന്ന് ആർക്കും സംശയം തോന്നിയില്ല. കോതമംഗലത്തെ തുണിക്കടയിൽ സാരി മടക്കി വെക്കുമ്പോഴും അവളുടെ കൈകളിൽ 30 വർഷം പഴക്കമുള്ള രക്തക്കറയുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. പക്ഷേ വിധി ഒളിപ്പിച്ചു വെച്ച കണക്കുകൾ എന്നെങ്കിലും തീർത്തേ മതിയാകൂ. 2023 ചെങ്ങന്നൂർ DYSP MK ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആ പഴയ ഫയലുകൾ വീണ്ടും തുറന്നു. 18 വയസ്സുകാരിയായ റെജിയുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏക തെളിവ്. ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിൽ റെജി എന്ന മിനി രാജുവിന്റെ മൊബൈൽ നമ്പർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചു. അവർ കോതമംഗലത്തുണ്ടെന്ന് ഉറപ്പിച്ചു. എന്നാൽ നേരിട്ട് ചെന്ന് പിടികൂടാൻ കഴിയില്ല. 30 വർഷം കൊണ്ട് രൂപത്തിലും ഭാവത്തിലും അവർ മാറിയിട്ടുണ്ടാകും. അങ്ങനെ ആ നിർണായക നിമിഷമെത്തി. പോലീസ് സംഘം വേഷം മാറി സാരി വാങ്ങാനെന്ന വ്യാജേന മിനി ജോലി ചെയ്യുന്ന കടയിലെത്തി. അവിടെ തിരക്കിനിടയിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന മധ്യവയസ്കയെ അവർ നിരീക്ഷിച്ചു. സംശയം ബലപ്പെട്ടെങ്കിലും ഉറപ്പിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ അപ്രതീക്ഷിതമായി ശബ്ദം താഴ്ത്തി വിളിച്ചു, റെജി. ആ പേര് കേട്ടതും സാരി മടക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീയുടെ കൈകൾ നിശ്ചലമായി. മുഖത്ത് ഭീതിയുടെ നിഴൽ വീണു. 33 വർഷമായി താൻ മറക്കാൻ ശ്രമിച്ച ആരും വിളിക്കാത്ത ആ പേര്. തിരിഞ്ഞു നോക്കിയ മിനിയുടെ മുഖത്തെ ആ ഭാവമാറ്റം തന്നെ ധാരാളമായിരുന്നു. പോലീസുകാർ അവരെ വളഞ്ഞു. കോതമംഗലത്തെ ആ തുണിക്കടയിൽ വെച്ച് മിനി രാജു എന്ന മുഖംമുടി അഴിഞ്ഞു വീണു. മാങ്കാംകുഴിയിലെ റെജി എന്ന കൊലപാതകി വീണ്ടും ലോകത്തിന് മുന്നിലെത്തി. അറസ്റ്റിലായപ്പോൾ അവൾക്ക് പറയാനുണ്ടായിരുന്നത് മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും മാത്രമായിരുന്നു. താൻ സ്നേഹിക്കുന്ന കുടുംബം ഈ സത്യം അറിയുമ്പോൾ തകരുന്നത് അവൾക്ക് ഓർക്കാൻ കഴിയുമായിരുന്നില്ല. 18ാം വയസ്സിൽ മോഷണത്തിനും അതോ ഊമകത്തിൽ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും പകയ്ക്കോ വേണ്ടി നടത്തിയ ആ അരുംകൊല 3 പതിറ്റാണ്ടുകൾക്കപ്പുറം അവളെ വേട്ടയാടി പിടികൂടി. മാങ്കാംകുഴിയിലെ മറിയാമ്മയ്ക്ക് ഒടുവിൽ നീതി ലഭിച്ചു. മിനി രാജുവായി അഭിനയിച്ചു തീർത്ത ജീവിത നാടകത്തിന് പോലീസ് അവിടെ തിരശീലയിട്ടു.